എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ എത്ര തവണ അനുസരിക്കുന്നു, എന്നിട്ടും ഇപ്പോഴും പോരാടുന്നു. എത്ര തവണ ഭയം നമ്മെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിൽ നിന്ന് തടയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഒരു വള്ളത്തിലാണ്, ഒരു എതിർക്കാട്ടിനെതിരെ തുഴയുന്നവരാണ്. ഇത് രാത്രിയിലെ ഏറ്റവും ഇരുണ്ട സമയമാണ്. അവർ ക്ഷീണിതരും ഭയന്നവരുമാണ്. എന്നിട്ടും അവർ കൃത്യമായി യേശു പറഞ്ഞ സ്ഥലത്താണ്. യേശു അവരെ വള്ളത്തിൽ കയറ്റാൻ പ്രേരിപ്പിച്ചുവെന്ന് വിശുദ്ധ മർക്കോസ് നമ്മോട് പറയുന്നു. അവരുടെ പോരാട്ടം അനുസരണക്കേടല്ല, ദുരിതങ്ങളിലൂടെ ജീവിക്കുന്ന അനുസരണമാണ്. വെള്ളത്തിൻ മുകളിലൂടെ നടന്ന് യേശു അവരുടെ അടുക്കൽ വരുമ്പോൾ അവർ അവനെ തിരിച്ചറിയുന്നില്ല. വിശ്വാസം തളരുമ്പോൾ ഭയം കടന്നു വരുന്നു. ഇവർ വിശ്വാസമില്ലാത്ത മനുഷ്യരല്ല, ക്ഷീണിതരായ വിശ്വാസികളാണ്. ഭയം കൊടുങ്കാട്ടിനെ നിഷേധിക്കുന്നില്ല. കൊടുങ്കാറ്റ് ക്രിസ്തുവിനേക്കാൾ വലുതാണെന്ന് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അത് നമ്മുടെ ദർശനത്തെ വളച്ചൊടിക്കുന്നു. അതിനാൽ യേശുവിന് പോലും ആശ്വാസം പകരുന്നതിനു പകരം ഭയപ്പെടുത്തുന്നതായി തോന്നാൻ കഴിയും. ഇത് ഞങ്ങളുടെ സ്വന്തം അനുഭവമാണ്. ഞങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുർബാനയ്ക്ക് വരുന്നു. ഞങ്ങൾ ശരിയായി ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും കാർക്ക് ഞങ്ങൾക്കെതിരാണ്. ഇവിടെ നമ്മൾ ആവിലയിലെ വിശുദ്ധ തെരേസയുടെ അനുഭവം ഓർക്കുന്നു. പുതിയ കാർമലൈറ്റ് കോൺവെന്റുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തു അവളോട് ആവശ്യപ്പെട്ടത് കൃത്യമായി ചെയ്തുകൊണ്ട് അവളുടെ വണ്ടി ചെളി നിറഞ്ഞ റോവിൽ മറിഞ്ഞു. ചതഞ്ഞ, നനഞ്ഞ, ക്ഷീണിതയായ അവൾ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, കർത്താവേ, നീ ഇങ്ങനെയാണ് നിന്റെ സുഹൃത്തുക്കളോട് പെരുമാറുന്നതെങ്കിൽ നിനക്കിത് കുറച്ച് മാത്രമേയുള്ളൂ എന്ന് അതിശയിക്കാനില്ല. അവൾ തന്റെ ദൗത്യം ഉപേക്ഷിച്ചില്ല. അവൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. അനുസരണം കൊടുങ്കാറ്റിൽ നിന്ന് നമ്മെ ഒഴിവാക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിന്റെ സൗഹൃദം അതിനുള്ളിലാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ കൊടുങ്കാറ്റുകളാൽ ആടിയുലയുന്ന ബോട്ട് സഭ തന്നെയാണ്. ഇന്ന് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചത് വിശ്വസ്തരായ ക്രിസ്ത്യാനികളുടെ തൈടന്തിലെ ജോലിയാണ്. തുളങ്കതിനാഥുവനൻ ചെയ്യുക എന്നാണ്. ക്രിസ്തുവിന്റെ നന്ന ഊനാറ്റമെന്ന് മർക്കോസ് നമ്മെ അത് പകർപ്പെടുത്തും മുനകായം പറയുന്നു. യേശു അവിടെ കടന്നുപോകവനുപേക്ഷിച്ച് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ തിരുവെഴുത്ത് ഉപയോഗിക്കുന്ന നാശ ഇന്ന് യേശു പറയുന്നു, ധൈര്യപ്പെടുക. അത് കാണണ്ട, ഭയപ്പെടേണ്ട. അവൻ കാലത്തിൽ കയറുമ്പോൾ കാറ്റ് ശമിക്കും. യേശു ഒരിക്കലും കൊടുങ്കാറ്റില്ലാത്ത ഒരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ടില്ല. കൊണ്ടേറ്റും തന്റെ സാന്നിധ്യം അവൻ വാഗ്ദാനം ചെയ്തത്. അതിനാൽ അവനാണ് വലയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒട്ടികുത്തുന്നുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടരുത്.
നിന്ന് മനസ്സിലാക്കുന്നതിലും കൂടുതലവലൂർ അകത്തിരിക്കയാണ്. അവൻ നിങ്ങളെ അതിലെ ആക്കിയതിനാൽ നിന്നെ ഫന്നക്കിടാണ്.